ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് എന്താണെന്ന് അറിയാമോ? പഴയ കാലത്തെ ഒരു പലഹാരം, അരിയുണ്ട. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള അരിയുണ്ടയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഈ അരിയുണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മട്ട റൈസാണ്. 1.25 കപ്പാണ് എടുത്തിരിക്കുന്നത്. അരി വെള്ളം മാറി ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു അരിപ്പയിലോട്ട് അതൊന്ന് വെള്ളം മാലാൻ വെക്കണേ. പിന്നെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ലെവലായിട്ട് തേങ്ങയും 1/2 കപ്പ് ശർക്കരയും 1/3 കപ്പ് കാഷ്യൂനട്ട്സും 1/4 കപ്പ് പീനട്ട്സുമാണ്, അതായത് കപ്പലണ്ടി. ഇനിയും ചെയ്യാനുള്ളത്, ഒരു പാൻ ചൂടാകുമ്പോഴേക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ അരിപ്പയിലെ വെള്ളം മാലാനായിട്ട് വെച്ചിരിക്കുന്ന അരിയുണ്ടല്ലോ, അത് ഈ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഒരു 10-15 മിനിറ്റ് എടുക്കും. അരിയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇത് നിർത്താവുന്നതാണ്. ഒരേപോലെ ഈ അരിയെല്ലാം നമുക്ക് മൂത്ത് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ കിടക്കുന്ന അരിയൊക്കെ കരിഞ്ഞു പോയിട്ട് ഈ അരിയുണ്ടയുടെ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ. ഓരോ പ്രാവശ്യവും ആദ്യമിട്ട അരിയിൽ നിന്ന് എന്തുമാത്രം നിറം വ്യത്യാസം വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ എൻ്റെ ഈ പേജൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പേജൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു പാകം വരെയാണ് വറുത്തെടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂട് പോകാനായിട്ട് ഒരു പരന്ന ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ പാത്രത്തിൽ തന്നെ 1/4 കപ്പ് തേങ്ങ ചെറിയതിട്ടിട്ട് അതിൻ്റെ വെള്ളമയം ഒന്ന് മാറ്റിയെടുക്കണേ. അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ അരിയുണ്ട കുറച്ച് നാളും കൂടെ പുറത്ത് തന്നെ ഇരിക്കും കേട്ടോ, ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാതെ തന്നെ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് കനച്ചു പോകും. ഞാൻ ആദ്യം ഒരു അരിയുണ്ടയുടെ റെസിപ്പി നോക്കി ഫ്ലോപ്പായി പോയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെയുള്ള സിമീസ് ഫുഡ് കോർണറിലെ നമ്മുടെ സിമി കൊച്ചിൻ്റെ റെസിപ്പിയാണ് ഇത്. അതിൻ്റെ അളവ് മാത്രമേ ഞാൻ കുറച്ചിട്ടുള്ളൂ, അല്ലാതെ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. നല്ലൊരു റെസിപ്പിയാണ് ഇത് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ. ഇപ്പോൾ ഇതേ തേങ്ങയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് കണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ വെള്ളമയം എല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പം ആ പാനിലോട്ട് തന്നെ നമ്മൾ എടുത്ത് വെച്ച ആ ഒരു കാഷ്യൂനട്ട്സും പീനട്ട്സും ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുവാണേ. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട്സും പീനട്ട്സും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നായാലും മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, ഒരു പാനിലേക്ക് 1/2 കപ്പ് ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കണേ. ഈ പാനി ചെറിയ ചൂടോടെ വേണം നമ്മൾ ആ അരി പൊടിച്ചതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ദേ അരിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ തരിയായിട്ട് ദേ കണ്ടല്ലോ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുത്തതും അതിനൊപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചൂടോടെ നമ്മുടെ ആ ശർക്കര പാനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. നമ്മുടെ കൈക്ക് ഉരുട്ടാൻ പാകത്തിനുള്ള ചൂടിൽ പാനി ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അല്ല തീരെ തണുത്ത് പോയി കഴിഞ്ഞാൽ അത് ഉരുട്ടിയെടുക്കാൻ നല്ല പാടാണ്. അതുപോലെ തന്നെ അത് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല അമർത്തി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലേ അത് പൊട്ടാതെ കിട്ടുള്ളൂ കേട്ടോ. ചെറിയ ചൂടും വേണം, നല്ല അമർത്തി പിടിക്കുകയും ചെയ്താലേ നല്ല ഭംഗിയായിട്ട് ബോളായിട്ട് കിട്ടുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ ഒരു മയം നെയ്യ് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുവേ. ഇതൊന്ന് തയ്യാറാക്കി ഒരു 2 ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു സ്വാദ് വരുന്നത്. ഞാനിതിൽ കാണിച്ചതുപോലെ തേങ്ങയൊക്കെ മൂപ്പിച്ച് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ ഒരു സംശയമില്ലാതെ ഒരാഴ്ച ഇത് പുറത്ത് തന്നെ ഇരുന്നോളുമേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്